ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിതാ ഒരു ചെറിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ ഒരു വീക്ക് ഡേയിലെ 7 PM to 9 PM ഞാൻ എങ്ങനെയൊക്കെയാണ് സ്പെൻഡ് ചെയ്തതെന്ന് കാണിക്കാനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ തുണികളൊക്കെ മടക്കി വെക്കുകയാണ്. രാവിലെ കഴുകിയിട്ട് പോയത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും ഇതുപോലെ ഒന്നും മടക്കി വെക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. കാരണം ചില ദിവസങ്ങളിൽ വളരെ ടയേർഡാകുമ്പോൾ എനിക്കിത് ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിൽ കൂടി ഒരുപാട് കൂട്ടിയൊന്നും ഇടാതെ പരമാവധി ഞാൻ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ പിന്നെ നമുക്ക് ബേർഡൻ ഇല്ലല്ലോ. അങ്ങനെയാണ്. അപ്പോൾ ഇതാ ഈ കാണുന്നത് എൻ്റെ മകളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ, ടോയ്. ഇതുപോലെ വ്യത്യസ്തമായ ടോയ്സ് അവളുടെ കളക്ഷനിലുണ്ട്. ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കറങ്ങി നടപ്പുണ്ട്. മെയിനായിട്ട് നമ്മളെ ബെഡിൽ ഇങ്ങനെ കിടക്കും ഇത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി ബാക്കി നമ്മുടെ തുണി മടക്കൽ പരിപാടിയിലേക്ക് കടക്കാം. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മറ്റുള്ള വർക്കുകൾ കിച്ചണിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ തുണികൾ മടക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാത്രമല്ല എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ വർക്ക് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പകുതി ഭാരം കുറയും. അതല്ല നമ്മളിങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് വലിയൊരു ബുദ്ധിമുട്ടുമായിരിക്കും. മാത്രമല്ല നമുക്ക് വർക്കിനോടൊരു മടുപ്പും വരും. മടുപ്പില്ലാത്ത ആൾക്കാരില്ല, അത് വേറെ വിഷയം. പക്ഷേ നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു വലിയൊരു പരിഹാരമാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ തുണികളൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചധികം തുണികളുണ്ടായിരുന്നു. കുറച്ച് തുണികളൊക്കെ ഞാൻ വാർഡ്രോബിൽ വെച്ച് കഴിഞ്ഞു. ബാക്കിയുള്ള തുണികളാണ് ഇവിടെ കാണുന്നത്. ഇതൊക്കെ വളരെ വൃത്തിയായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ മറ്റ് വർക്കുകളോട് കിടക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്ന് അടുത്ത ദിവസത്തേക്കുള്ള ദോശയ്ക്കുള്ള മാവ് ഞാൻ അരച്ചു. ഇപ്പോൾ ഞാൻ അരച്ച ഈ മാവ് നാളെ ഒന്ന് പുളിച്ച് പൊന്തിക്കഴിഞ്ഞാൽ ഒരു പോർഷൻ ഞാൻ അടുത്ത ദിവസത്തേക്കൂടെ മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ 2 ദിവസം ഉപയോഗിക്കാനുള്ള മാവാണ് അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ് സിങ്ക് നിറച്ച് പാത്രങ്ങളുണ്ട്. കുറച്ച് പാത്രങ്ങൾ ഇപ്പോൾ കാണുന്നുള്ളൂ, ഇതിൽ കൂടുതൽ പാത്രങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഒട്ടും ഹാപ്പി ആയിട്ട് ചെയ്യാത്ത ഒരേ പ്രവൃത്തിയാണിത്, ഈ വാഷിംഗ് വെസൽസ്. കിച്ചണിൽ ഞാൻ ഒട്ടും ഹാപ്പി ആയിട്ട് ചെയ്യാത്തൊരു പ്രവൃത്തി. പക്ഷേ എത്ര കഷ്ടപ്പെട്ടാണെങ്കിൽ ചെയ്തല്ലേ പറ്റൂ. പിന്നെ ഈ കാണുന്ന പൈപ്പിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഷവർ, ഇതുകൊണ്ട് വലിയൊരു ഉപകാരം തന്നെയുണ്ട്. ഇതിന് മുൻപ് ഈ ഷവറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞാൽ ഒത്തിരി വെള്ളം ഇങ്ങനെ ദേഹത്ത് തെറിക്കും. മേലെ ആസകലം വെള്ളമൊക്കെ ആയിട്ട് ആകെ വൃത്തികേടായിട്ടൊരു സാഹചര്യമാവും. പക്ഷേ ഈ ഷവർ വന്നതിന് ശേഷം എനിക്കിപ്പോൾ നല്ല വൃത്തിയായിട്ട് പാത്രം കഴുകാനും മൊത്തം പണികൾ കഴിഞ്ഞാലും പ്രത്യേകിച്ച് വെള്ളമൊന്നും നമ്മുടെ ദേഹത്ത് തെറിക്കില്ല. അപ്പോൾ അങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ ഞാൻ പാട്ടൊക്കെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ മടിയാണ്, അവിടെ കൂട്ടിയിടുകയും ചെയ്യും കേട്ടോ. അത് നമ്മൾ വ്യത്യസ്തമാണ്. നമ്മുടെ മനസ്സിൻ്റെ ഇതുപോലെ ഇരിക്കും. നമ്മൾ ഹാപ്പി ആണെങ്കിൽ അല്ലെങ്കിൽ ഒന്നുമില്ല, നമ്മൾ എനർജറ്റിക് ആണെങ്കിൽ നമ്മളെല്ലാ വർക്കും കറക്റ്റായിട്ട് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം പെൻഡിങ് വെക്കും. പക്ഷേ ഈ പെൻഡിങ് വെക്കുന്നത് നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ടായി വരുന്നത്, വേറെ വിഷയം. അങ്ങനെ ഇപ്പോൾ കുറച്ച് തക്കാളി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേരള കസ്റ്റമർ നമുക്ക് തന്നതാണ്. നല്ല ഫ്രഷ് തക്കാളിയാണ്, ഓർഗാനിക്കായ തക്കാളിയാണ്, വിഷമൊന്നും ചേർക്കാത്തത്. നല്ല വൃത്തിയായിട്ടുള്ള, ചുമ്മാ തന്നെ തിന്നാം. നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ചുമ്മാ കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത് വെച്ച് നല്ലൊരു തക്കാളിക്കറിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് രാത്രി ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട്. നല്ല തക്കാളിയാണ്. അപ്പോൾ നല്ല ഫ്രഷ് തക്കാളി ആയതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തേങ്ങ അരയ്ക്കാനുള്ള മടി കാരണം ഞാൻ തക്കാളിക്കറി എന്നുള്ളൊരു തീരുമാനം ഞാൻ ഉപേക്ഷിച്ച് വേറൊരു കറിയാക്കി മാറ്റി. ഇത് ഒരു മുട്ടക്കറി വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ തക്കാളി പാനിൽ ഞാൻ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്, ഈ വക സാധനങ്ങളെല്ലാം ഇട്ട് വഴറ്റുകയാണ്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പെരുംജീരകം ഇട്ടു. അതിനുശേഷം ഇതെല്ലാം ഇട്ട് ഞാനിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിനകത്ത് ആവശ്യമായ പൊടികളൊക്കെ ചേർക്കും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, അങ്ങനെയുള്ള ചിക്കൻ മസാല, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയതിന് ശേഷം 4-5 മുട്ട പൊട്ടിച്ചൊഴിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പ്. പിന്നെ ലാസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ കാണുന്നത് ഇത് നമ്മളിങ്ങനെ മറിച്ചിടണം. അപ്പോൾ 2 വശവും വെന്ത് കാണും. ഈ കറി ഒരു പക്ഷേ ഒട്ടുമിക്ക ആളുകളും വെച്ച് പരീക്ഷിച്ചിട്ടുണ്ടായിരിക്കും. ഈ കറി ഇവിടെ അത്യാവശ്യം ഫേമസ് ആണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് വേറെ കറിയൊന്നും ഇതിൻ്റെ കൂടെ ആവശ്യമില്ലല്ലോ ഇങ്ങനൊരു കറി ഉണ്ടെങ്കിൽ. അങ്ങനെ ഈ കറി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ വറ്റാനുണ്ട്. വറ്റിയതിന് ശേഷം വേണം നമുക്കത് കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല കറിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടേസ്റ്റൊക്കെ നോക്കി ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത്, മറ്റേ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് റെഡിയാക്കാം.
അതിനുശേഷം കറി തയ്യാറായി കഴിഞ്ഞ ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാൻ ചോറെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ചോറിനകത്ത് കുറച്ച് കറി ഒഴിക്കുന്നു. മുട്ട നല്ല ഷേപ്പിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുറച്ച് ചാറൊക്കെ ഒഴിച്ച് പിന്നെ ഞാൻ രാവിലെ ഉണ്ടാക്കിയ മീൻ പൊരിച്ചതും പിന്നെ ഒരു പൊട്ടറ്റോൻ്റെ ഒരു തോരനൊക്കെ ഉണ്ട്. അതും കൂടെ ചേർത്ത് കഴിക്കാനാണ് പ്ലാൻ. അപ്പോൾ ഈ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം കുറച്ചൊരു അരമണിക്കൂർ ഇരുന്നതിന് ശേഷം ഒന്ന് വൃത്തിയായി മേല് കുളിച്ച് സ്വസ്ഥമായിട്ട് ഒന്ന് കിടന്നുറങ്ങണം. അതാണ് പ്ലാൻ. അപ്പോൾ ഈ ചെറിയൊരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു 7 to 9 PM ഞാൻ ചിലവഴിച്ച നിമിഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.